നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവവികാസങ്ങളിലേക്ക്. കൊല്ലം നിലമേലിൽ തെരുവുനായ ആക്രമണം, 4 പേർക്ക് പരിക്ക്. നിലമേൽ സ്വദേശികളായ ഷംനാദ്, ആഷിഖ്, ബദറുദ്ദീൻ എന്നിവർക്കും ഒരു പെൺകുട്ടിക്കുമാണ് നായയുടെ കടിയേറ്റത്. CPI കൊല്ലം ജില്ലാ സമ്മേളനം ജൂലൈ 30 മുതൽ ഓഗസ്റ്റ് 3 വരെ കൊല്ലത്ത്. അനുബന്ധ പരിപാടികളുടെ ഭാഗമായി കരുനാഗപ്പള്ളിയിൽ സെമിനാർ. കടൽ മണൽ ഖനനത്തിന്റെ കാണാപ്പുറങ്ങൾ എന്ന വിഷയത്തിലായിരുന്നു സെമിനാർ. സംസ്ഥാന സബ് ജൂനിയർ ഗേൾസ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ്. എറണാകുളം, കോഴിക്കോട്, പത്തനംതിട്ട, കൊല്ലം ടീമുകൾക്ക് വിജയം. ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജ് ഗ്രൗണ്ടിലായിരുന്നു മത്സരം. പട്ടികവർഗ വികസന വകുപ്പിന്റെ സുവർണ ജൂബിലി ആഘോഷം വള്ളികുന്നത്ത്. ഊരുത്സവം എന്ന പേരിലായിരുന്നു പരിപാടി. 5 കുടുംബങ്ങൾക്ക് പട്ടയം വിതരണം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. കൊല്ലം നിലമേലിൽ തെരുവുനായ ആക്രമണത്തിൽ 4 പേർക്ക് പരിക്ക്. നിലമേൽ സ്വദേശികളായ ഷംനാദ്, ആഷിഖ്, ബദറുദ്ദീൻ എന്നിവർക്കും ഒരു പെൺകുട്ടിക്കുമാണ് നായയുടെ കടിയേറ്റത്. ഇവർ കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. പട്ടി ഓടിപ്പോയി. അങ്ങനെ ഇപ്പോൾ ഹോസ്പിറ്റലിൽ വാക്സിൻ എടുക്കാനുള്ള പരിപാടി തന്നെയാണോ? കൊല്ലം നിലമേലിലാണ് തെരുവുനായ ആക്രമണത്തിൽ 4ഓളം പേർക്ക് പരിക്കേറ്റത്. കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു സംഭവം. നിലമേൽ സ്വദേശികളായ ഷംനാദ്, ആഷിഖ്, ബദറുദ്ദീൻ എന്നിവർക്കും ഒരു പെൺകുട്ടിക്കും നായയുടെ കടിയേറ്റു. കടിയേറ്റവർ കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. സംസ്ഥാനത്തുടനീളം തെരുവുനായ ശല്യം രൂക്ഷമായി വർദ്ധിച്ചിരിക്കുകയാണ്. എന്നാൽ ഗ്രാമപഞ്ചായത്ത് പ്രദേശങ്ങളിൽ തെരുവുനായ ശല്യത്തിന് പരിഹാരം കാണാൻ യാതൊരുവിധ നിയമ നടപടികളും സ്വീകരിക്കുന്നില്ല എന്ന ആക്ഷേപവുമുണ്ട്. ഇതിനെതിരെ പ്രതിഷേധവുമായി വിവിധ രാഷ്ട്രീയ സംഘടനകൾ രംഗത്ത് വരികയും ചെയ്തു. വിവിധ പഞ്ചായത്തുകളുടെ പ്രദേശങ്ങളിൽ രാത്രികാലങ്ങളിൽ തെരുവുനായ്ക്കളെ വാഹനങ്ങളിൽ കൊണ്ടുവിടുന്നതായും പരാതി ഉയർന്നു വരുന്നുണ്ട്. തെരുവുനായ്ക്കളുടെ എണ്ണം ഗണ്യമായി വർദ്ധിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേർക്ക് തെരുവുനായ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. റോഡ് സൈഡിൽ എത്ര മണിക്കായിരുന്നു? ഒരു 5 മണിയാവും. അത് പട്ടിയെ തല്ലി കൊന്നു? ഇല്ല, അത് കഴിച്ചിട്ട് അങ്ങ് പോയി. പിന്നെ നമുക്ക് വേറൊന്നിനുള്ള സമയം ഇല്ലല്ലോ. എത്ര പേരെ കടിച്ചു? അവിടെ തന്നെ 3-4 പേരെ കടിച്ചു. അതായിട്ടാണ് അറിയുന്നത്. എത്ര? 3-4 പേരെ അവിടെയൊക്കെ തന്നെ കടിച്ചു. പിന്നെ നിലമേല് പിന്നെ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെയും 2 പേരെ കടിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. സംസ്ഥാന സബ് ജൂനിയർ ഗേൾസ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ്. എറണാകുളം, കോഴിക്കോട്, പത്തനംതിട്ട, കൊല്ലം ടീമുകൾക്ക് വിജയം. ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജ് ഗ്രൗണ്ടിലാണ് മത്സരം നടത്തിയത്. 14 ജില്ലയിൽ നിന്ന് ഏകദേശം 500 പരം കായിക താരങ്ങൾ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇത് സംസ്ഥാന തലത്തിൽ തന്നെ ഏറ്റവും ഗ്രാസ് റൂട്ടുള്ള ഒരു മത്സരമാണ്. ഇതിൽ തിരഞ്ഞെടുക്കുന്ന ടീമാണ് ദേശീയ തലത്തിൽ കേരളത്തിൽ പ്രതികരിക്കുന്നത്. അപ്പോൾ തന്നെ കൊല്ലത്തെ 28 വർഷത്തിന് ശേഷമാണ് ഒരു കൊല്ലത്തേക്ക് ഒരു പുസ്തക മത്സരം കടന്നു വരുന്നത്. മികച്ച കുട്ടികളുടെ ഒരു പോരാട്ട വീര്യം നന്നായി തന്നെ ഈ ടൂറിൽ കാണുന്നുണ്ട്. ചവറയിൽ നടക്കുന്ന സംസ്ഥാന സബ് ജൂനിയർ ഗേൾസ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ എറണാകുളം, കോഴിക്കോട്, പത്തനംതിട്ട, കൊല്ലം ടീമുകൾക്ക് വിജയം. 1-നെതിരെ 6 ഗോളുകൾക്കാണ് എറണാകുളം കാസർഗോഡിനെ പരാജയപ്പെടുത്തിയത്. രണ്ടാമത്തെ മത്സരത്തിൽ ഇടുക്കിയെ എതിരില്ലാത്ത 12 ഗോളുകൾക്ക് കോഴിക്കോട് പരാജയപ്പെടുത്തി. 1-നെതിരെ 3 ഗോളുകൾക്ക് പത്തനംതിട്ട കാസർഗോഡിനെയും എതിരില്ലാത്ത 4 ഗോളുകൾക്ക് ഇടുക്കിയെ കൊല്ലവും തുടർന്നുള്ള മത്സരങ്ങളിൽ പരാജയപ്പെടുത്തി. കൊല്ലം ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ വളരെ ഭംഗിയായിട്ട് ഈ ടൂർണമെൻറ്റ് ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. അതിലവരെ അഭിനന്ദിക്കുന്നു. കേരള ഫുട്ബോൾ അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം ജില്ലാ ഫുട്ബോൾ അസോസിയേഷനുകൾ ചാമ്പ്യൻഷിപ്പുകൾ ഏറ്റെടുത്ത് നടത്തുമ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെയുള്ള രീതിയിൽ അവർ ടൂർണമെൻറ്റ് നടത്തി എടുക്കുമ്പോൾ ഞങ്ങൾക്കും അതിൽ സന്തോഷമുണ്ട്. കേരളത്തിലെ വളർന്നു വരുന്ന ഫുട്ബോൾ താരങ്ങൾക്ക് ഈ മത്സരങ്ങൾ ഒരു പുതുജീവൻ നൽകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട.
പട്ടികവർഗ വികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ സുവർണ ജൂബിലി ആഘോഷം സംഘടിപ്പിച്ചു. വള്ളികുന്നം ഗ്രാമപഞ്ചായത്ത് 9ാം വാർഡിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. പട്ടയ വിതരണം, പഠനോപകരണ വിതരണം എന്നിവയും ഇതോടനുബന്ധിച്ച് നടത്തി. പട്ടികവർഗ വികസന വകുപ്പിന്റെ നേതൃത്വത്തിലാണ് സുവർണ ജൂബിലി ആഘോഷം സംഘടിപ്പിച്ചത്. വള്ളികുന്നം ഗ്രാമപഞ്ചായത്ത് 9ാം വാർഡ് ആദിവാസി നഗറിലാണ് പരിപാടി നടത്തിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് രോഹിണി ഉദ്ഘാടനം ചെയ്തു. നിങ്ങളുടെ വിഷയങ്ങളിലൊക്കെ തന്നെ ഇടപെട്ടുകൊണ്ട് മുന്നോട്ട് പോകും എന്ന് അറിയിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി വളരെ സന്തോഷത്തോടുകൂടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഊരുമൂപ്പൻ ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർ സുദീപ്, വള്ളികുന്നം ജനമൈത്രി പോലീസ് ASI രാജീവ്, വാർഡംഗം കോമളൻ, കൃഷ്ണപുരം പഞ്ചായത്ത് ഊരുമൂപ്പൻ മനോഹരൻ, ST പ്രമോട്ടർ KJ നിജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. 5 കുടുംബത്തിലുള്ള പട്ടയ വിതരണവും 60 വയസ്സ് കഴിഞ്ഞവർക്കുള്ള ആദരവും വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണവും ഇതോടനുബന്ധിച്ച് വിതരണം ചെയ്തു. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് 75-ൽ ഡിപ്പാർട്ട്മെന്റ് രൂപീകരിച്ച കാര്യമാണ് ഡിപ്പാർട്ട്മെന്റിൽ ഞാൻ പറഞ്ഞത്. 2005-ൽ വളരെ മഹത്തായ ഒരു സംഭവം നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട്. ഇന്ത്യൻ പാർലമെന്റിൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, വിവരാവകാശ നിയമം, അതോടൊപ്പം മറ്റൊരു നിയമം കൂടെ പാസ്സാക്കിയിരുന്നു, വനാവകാശ നിയമം. വനാവകാശ നിയമം വനത്തിൻ്റെ അവകാശി എന്ന് പറഞ്ഞാൽ ആദിമ മനുഷ്യൻ്റെ ആവാസ വ്യവസ്ഥ വനമായിരുന്നു. എനിക്ക് പോലും ഇവിടെ നിന്ന് സംസാരിക്കാൻ കഴിയുന്നത് തന്നെ ആ ഒരു വിദ്യാഭ്യാസം നമുക്ക് കിട്ടിയത് കൊണ്ടാണ്. നമുക്ക് എഴുതാനും വായിക്കാനും നമുക്ക് മറ്റുള്ള ആൾക്കാരായിട്ട് കൂടുതലായിട്ട് ഇടപഴകാനും സാധിച്ചത്. കാരണം ഇതുപോലും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും ഈ ഒരു കാലഘട്ടം വരെ നമ്മളെ കൈപിടിച്ച് ഉയർത്തി വന്നതാണ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ്. ഭൂമി ഉണ്ടായ കാലം മുതലുള്ള അതിൻ്റെ പിന്മുറക്കാരാണ് നമ്മളെല്ലാവരും. ഒരു ഡിപ്പാർട്ട്മെന്റ് രൂപീകരിച്ചു എന്നതിൻ്റെ ആഘോഷമാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും നമ്മളോളം അവകാശമുള്ള ആരും തന്നെ ഈ നാട്ടിൽ മറ്റാരും തന്നെ ഇല്ല. ന്യൂസ് ബ്യൂറോ, വള്ളികുന്നം. കേരളത്തിലെ ജയിലുകളിൽ ലഹരി ഒഴുകുന്നതായി KPCC ജനറൽ സെക്രട്ടറി പഴകുളം മധു ആദിക്കാട്ടുകുളങ്ങരയിൽ UDF നടത്തിയ രാഷ്ട്രീയ വിശദീകരണ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നൂറിനാട്ട് സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന കുടുംബത്തെ വീട്ടിൽ നിന്ന് ഇറക്കിവിട്ട സംഭവത്തിൽ ഇടപെട്ട UDF പ്രവർത്തകരെ CPM പ്രവർത്തകർ മർദ്ദിച്ചെന്നാരോപിച്ചായിരുന്നു രാഷ്ട്രീയ വിശദീകരണ യോഗം നടത്തിയത്. കേരളത്തിലെ ജയിലുകളിൽ ലഹരി ഒഴുകുന്നതായി KPCC ജനറൽ സെക്രട്ടറി പഴകുളം മധു പറഞ്ഞു. ആദിക്കാട്ടുകുളങ്ങരയിൽ UDF നടത്തിയ രാഷ്ട്രീയ വിശദീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റുമാരും നേതാക്കന്മാരും എല്ലാം കൂടി പോയി മഹാത്മാഗാന്ധിയുടെ പ്രതിമ സ്ഥാപിച്ചു. നിങ്ങൾക്ക് എന്താ പറഞ്ഞത്? ഗാന്ധിയല്ല, ലോകത്തെ ഏതാളുടെ ആണെങ്കിലും പ്രതിമ കണ്ണൂരിൽ സ്ഥാപിക്കണമെങ്കിൽ ഞങ്ങളുടെ തീട്ടൂരം വേണം എന്നാണ് പറഞ്ഞത്. ആ പ്രതിമ ഇന്നും അതുപോലെ അവിടെ നിൽപ്പുണ്ട്. KPCC പ്രസിഡന്റ് ശ്രീ സണ്ണി ജോസഫും നമ്മുടെ നേതാക്കന്മാരും കണ്ണൂരിൽ പാർട്ടി ഗ്രാമത്തിൽ CPM നേതാക്കന്മാരെ വെല്ലുവിളിച്ചുകൊണ്ട് പരസ്യമായി വെല്ലുവിളിച്ച് ചങ്കൂറ്റമുള്ള ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഞങ്ങൾ നിൽക്കുമ്പോഴല്ല, ഞങ്ങൾ പോയി കഴിഞ്ഞിട്ടെങ്കിലും ഈ പ്രതിമയെ തൊടാൻ തന്റെ ഇടമുണ്ടെങ്കിൽ അത് കാണട്ടെ എന്ന് വെല്ലുവിളിച്ച് ചോദിച്ചിട്ട് ഇന്നുവരെ ഗാന്ധി പ്രതിമയ്ക്ക് കണ്ണൂരിൽ ഒരു കേടുപാടും ഉണ്ടായിട്ടില്ല. CPM ലോക്കൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന കുടുംബത്തെ വീട്ടിൽ കയറ്റാതെ പുറത്തു നിർത്തിയ സംഭവത്തിൽ UDF പ്രവർത്തകരെ CPM പ്രവർത്തകർ ആക്രമിച്ചെന്നാരോപിച്ചാണ് യോഗം സംഘടിപ്പിച്ചത്. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സജി പൈനുമൂട്ടിൽ അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി ദിലീപ് ഖാൻ സ്വാഗതം പറഞ്ഞു. യൂത്ത് ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് ഹാരിസ് ബീരാൻ മുഖ്യപ്രഭാഷണം നടത്തി. ഷാജി നൂർനാട്, രാജൻ പൈനുമൂട്, മനോജ് സി ശേഖർ, G ഹരിപ്രകാശ്, S അൻസാരി, PB അബു, റഫീഖ് റിഫായി, ഷീജ ഷാജി, മുജീർ റഹ്മാൻ എന്നിവർ പങ്കെടുത്തു. നമ്മുടെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള S അൻസാരിയെ വിളിക്കുകയും അദ്ദേഹം അടൂർ നിൽക്കുകയാണ്, ഞാൻ പെട്ടെന്ന് വരാമെന്ന് പറയുകയും ഈ സംഭവ സ്ഥലത്തേക്ക് അദ്ദേഹം വന്നപ്പോൾ ഇരുജനം നാട്ടുകാർ നിൽക്കുന്ന ഒരു അവസ്ഥയിൽ അദ്ദേഹം പോയി ചോദിച്ചു, എന്തിനാണ് നിങ്ങളിത് പൂട്ടിയിട്ടേക്കുന്നത്? അവർക്ക് തുറന്നു കൊടുക്ക്. ആ പാവപ്പെട്ട ആ സ്ത്രീയും ആ 2 കുട്ടികളും മഴയത്ത് നിൽക്കുമല്ലേ, കോരിച്ചൊരിയുന്ന മഴയല്ലേ, നീ ആരാടാ ചോദിക്കാൻ? ഇവിടെ ഞങ്ങളുണ്ട് കാര്യം നടത്താൻ എന്ന് വളരെ ധിക്കാരമായിട്ട് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ പിടിച്ചു തള്ളുകയും അത് നമ്മുടെ പുറകോട്ട് കൊണ്ടുപോയി കഴിയും അദ്ദേഹത്തെ ഭീകരമായിട്ട് മർദ്ദിക്കാൻ ചെയ്യുന്ന ഒരു അവസ്ഥയാണ്, മർദ്ദനമാണ് അദ്ദേഹത്തിന് ഏൽക്കുന്നത്. സമ്മേളനത്തിന് മുമ്പ് പ്രകടനവും നടത്തി. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്. CPI കൊല്ലം ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് കടൽ മണൽ ഖനനത്തിന്റെ കാണാപ്പുറങ്ങൾ എന്ന വിഷയത്തിൽ സെമിനാർ നടത്തി. CPI നേതാവ് പന്നിൻ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ജൂലൈ 30 മുതൽ ഓഗസ്റ്റ് 3 വരെ കൊല്ലത്താണ് സമ്മേളനം നടക്കുന്നത്.
ജൂലൈ 30, 31, ആഗസ്റ്റ് 1, 2, 3 തീയതികളിലായി കൊല്ലത്ത് നടക്കുന്ന CPI കൊല്ലം ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് കടൽ മണൽ ഖനനത്തിന്റെ കാണാപ്പുറങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി കരുനാഗപ്പള്ളിയിൽ സെമിനാർ സംഘടിപ്പിച്ചു. കോഴിക്കോട് ചാലയം ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച സെമിനാർ CPI നേതാവ് പന്ന്യൻ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഖനനം കടലിന്റെ പാരിസ്ഥിതിക സന്തുലനാവസ്ഥയെയും മത്സ്യസമ്പത്തിനെയും ഇല്ലാതാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. അതൊരിക്കലും മാറ്റാൻ പാടില്ല. കമ്പിത്തപ്പാൽ മാറ്റാൻ പാടില്ല. നാട്ടിന്റെ പൊതുമേഖല എന്ന് പറയുന്നത് മനുഷ്യന് അത്യാവശ്യമുള്ള എല്ലാ കാര്യങ്ങളും പൊതുമേഖലയിൽ തന്നെ വേണം. അതാണ് തീരുമാനം. അങ്ങനെ തീരുമാനിച്ചു പോയെങ്കിലും അത് അതുപോലെ നടന്നു എന്ന് ഞാൻ പറയുന്നില്ല. ഒരുപാട് വെള്ളം ചേർക്കലുണ്ടായി. എന്നാൽ ഇപ്പം നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് അവർ ബ്രിട്ടീഷുകാരൻ പണ്ട് നടത്തിയിരിക്കുന്ന ജോലി ഇപ്പൊ ചെയ്യുക. അവർ തീരുമാനിച്ചിരിക്കുന്നത് അവർക്ക് ആരോടാ താല്പര്യം? വൻകിട മുതലാളിമാരോട്. അവർക്ക് എന്ത് വേണം? നമ്മുടെ നാടിന്റെ സമ്പത്തെല്ലാം വേണം. അതെങ്ങനെ കൊടുക്കും? ആ കൊടുക്കാനുള്ള വഴിയാ നോക്കുന്നത്. ഈ ആഴക്കടൽ മീൻപിടുത്തത്തെ കുറിച്ച് നേരത്തെ നമ്മൾ ഒരുപാട് തർക്കിച്ചില്ലേ? ആ ആഴക്കൽ മീൻപിടുത്തം പോയിട്ട് ഇപ്പൊ മണലെടുക്കുക. മണലെന്ന് പറഞ്ഞാൽ വെറുതെ മണലെടുക്കാനില്ല, നമ്മുടെ പ്രകൃതിയെ തകിടം മറിക്കും. മാത്രമല്ല, ഗവൺമെന്റ് പുതിയ തീരുമാനം അനുസരിച്ചാണെങ്കിൽ നമ്മുടെ നാട്ടിന്റെ ഈ കടൽ തീരങ്ങളില്ലേ, ആ കടൽ തീരങ്ങൾ മുതലാളിമാർക്ക് എത്ര പ്രദേശം എന്നതിന്റെ പേരിൽ മുതലാളിമാർക്ക് ലേലത്തിൽ കൊടുക്കും. AITUC സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് R. സജിലാൽ സെമിനാറിൽ മോഡറേറ്ററായിരുന്നു. AITUC സംസ്ഥാന പ്രസിഡന്റ് TJ ആഞ്ചലോസ് വിഷയാവതരണം നടത്തി. കൊല്ലം DCC പ്രസിഡന്റ് P. രാജേന്ദ്ര പ്രസാദ്, CPIM സംസ്ഥാന കൌൺസിൽ അംഗം K. വരദരാജൻ, ഡോക്ടർ സുജിത് വിജയൻപിള്ള MLA, അഡ്വക്കേറ്റ് MS. താര, KS. ഇന്ദുശേഖരൻ നായർ, I. ഷിഹാബ്, CPI കരുനാഗപ്പള്ളി മണ്ഡലം സെക്രട്ടറി ജഗജ്ജീവൻ ലാലി, ഓച്ചിറ മണ്ഡലം സെക്രട്ടറി S. കൃഷ്ണകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. വെള്ളക്കെട്ടിൽ ദുരിതത്തിലായി 13 കുടുംബങ്ങൾ. പന്മന ആക്കൽ ക്ഷേത്രത്തിന് വടക്കുഭാഗത്തെ പൊതുകുളത്തിന്റെ സമീപത്താണ് വെള്ളക്കെട്ട് രൂക്ഷമായിട്ടുള്ളത്. ഓട നിർമ്മിച്ച് വെള്ളക്കെട്ട് ഒഴിവാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കുളവും റോഡും തമ്മിൽ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ. അപകട സാധ്യത വളരെയേറെ. പന്മന ഗ്രാമപഞ്ചായത്തിലെ ആക്കൽ ക്ഷേത്രത്തിന് വടക്കുഭാഗത്തുള്ള പഞ്ചായത്ത് കുളത്തിന്റെ സമീപത്തെ കാഴ്ചയാണിത്. 13ഓളം കുടുംബങ്ങളാണ് വെള്ളക്കെട്ട് മൂലം ദുരിതം അനുഭവിക്കുന്നത്. ഇത് നമ്മൾ നിൽക്കുന്നത് പന്മന വടുതല വാർഡിലാണ് നിൽക്കുന്നത്. വടുതല ആക്കൽ പ്രദേശമാണ്. ഇത് പഞ്ചായത്ത് കുളമായി കാണുന്നത് പഞ്ചായത്ത് കുളമാണ്. പഞ്ചായത്ത് കുളത്തിന്റെ നവീകരണത്തിന് വേണ്ടി 15 ലക്ഷം രൂപ മാറ്റിവെച്ചിട്ടുണ്ടെന്നാണ് പറയാൻ കഴിഞ്ഞത്. ഈ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ വേണ്ടി ഇതുവരെയായിട്ട് യാതൊരു നടപടിയും പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നോ വാർഡ് മെമ്പറുടെ ഭാഗത്തുനിന്നോ യാതൊരു അനുകൂലമായ തീരുമാനങ്ങളും നമുക്ക് ലഭിച്ചിട്ടില്ല. കഴിഞ്ഞ 10 വർഷ കാലയളവ് കൊണ്ട് നമ്മൾ ഈ ദുരിതം അനുഭവിക്കുകയാണ്. ഓട നിർമ്മിച്ചാൽ വെള്ളക്കെട്ടിന് പരിഹാരം കാണാൻ കഴിയും. അതിന് ബന്ധപ്പെട്ടവർ തയ്യാറാകുന്നില്ല എന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. ഈ വെള്ളക്കെട്ട് നമുക്ക് ഇവിടുന്ന് ഒഴിവാക്കി തരണം. ഇവിടുന്ന് അപ്പുറത്തോട്ട് 30 മീറ്റർ കഴിഞ്ഞ ഓട അതിനകത്തോട്ട് നമുക്ക് കൊടുത്തിട്ട് ഈ വെള്ളക്കെട്ടിന്റെ ഇതൊന്ന് മാറ്റി തന്നാൽ മതി. അതിന് എത്രയും പെട്ടെന്നൊരു പരിഹാരം കണ്ടുതരണം. പന്മന ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പന്മന ബാലകൃഷ്ണന്റെ വാർഡാണിത്. താമസിക്കുന്നത് മെമ്പറും ഭാര്യയൊക്കെയാ. പക്ഷെ അവര് കയറി പോകുന്നത് ഈ വീട്ടിൽ കൂടെ. ഞങ്ങൾ എല്ലാവരും ഈ വെള്ളത്തിൽ കൂടെ കയറി എല്ലാവരും വല്ലവരുടെ വീട്ടിൽ കൂടെ കയറി പോകാൻ പറ്റും. വേറെ ഒരു കാര്യം കൂടെ പറയാനുള്ളത് വെച്ചാൽ ഇത് മെയിനായിട്ടെന്ന് പറഞ്ഞാൽ പന്മന ബാലകൃഷ്ണൻ വൈസ് പ്രസിഡന്റിന്റെ വാർഡ് കൂടിയാണിത്. 15 ലക്ഷം രൂപയൊന്നും നമ്മൾ വേണമെന്ന് പറയുന്നില്ല. 30 മീറ്റർ ഓട പണിഞ്ഞു തരിക എന്നുള്ള ആവശ്യം മാത്രമേ നമുക്ക് പറയാനുള്ളൂ. പല തവണ വാർഡ് മെമ്പറുമായിട്ട് ബന്ധപ്പെട്ടെങ്കിൽ പോലും പുള്ളി മുഖം തിരിഞ്ഞ് നടക്കുന്നതല്ലാതെ യാതൊരു നടപടിയും ഇതിനെടുത്തിട്ടില്ല. ഇന്ന് ഞങ്ങൾ പഞ്ചായത്ത് സെക്രട്ടറിയെ കാണാൻ പോയപ്പോൾ പുള്ളി അവിടെ ഇല്ല. പുള്ളി നഗരസഭയിൽ മീറ്റിംഗ് ഉണ്ട്, അതുകൊണ്ട് ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. വൈകിട്ടേ വരുത്തോളം എന്നാണ് പറഞ്ഞത്. ഇപ്പോഴും കണ്ട് പന്മന ബാലകൃഷ്ണൻ ഇപ്പോഴും നമ്മൾ കണ്ടിട്ടാണ് വരുന്നത്. ഇവിടെയുള്ള ആൾക്കാരുമായിട്ടെല്ലാം സംസാരിച്ചു. യാതൊരു അധികാരികളെ കണ്ണു തുറക്കുമെന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. വെള്ളക്കെട്ട് മൂലമുണ്ടാകുന്ന അപകടസ്ഥിതിക്കൊപ്പം രോഗഭീതിയും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഈ അഴുക്ക് വെള്ളത്തിനകത്തൂടെ ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ 3 കൊച്ചുങ്ങൾ ഇതിനകത്തൂടെ സ്കൂളിലും ട്യൂഷനും ഒക്കെ പോകുന്നത് 8 മണിയാവും ഇതിനകത്തൂടെ വരാൻ. പിന്നെ അഴുക്ക് വെള്ളമൊക്കെ അങ്ങനെ കാലൊക്കെ വളം കടിക്കുകയൊക്കെ ചെയ്യുക. എന്തെങ്കിലും ഇതാക്കി വണ്ടിക്കും എല്ലാം കംപ്ലൈന്റ് ആവുക. പിഞ്ചു കുഞ്ഞുങ്ങൾ അംഗൻവാടി പോകുന്ന പിഞ്ചു കുഞ്ഞുങ്ങൾ വരാണ് ഈ വെള്ളത്തിൽ നടന്നു പോകുന്നത്. ഇപ്പോൾ 20 ദിവസമായി മഴ തുടങ്ങി കേട്ടോ. 20 ദിവസം കൊണ്ട് ഈ വെള്ളത്തിൽ താണ്ടിയ ഈ കുഞ്ഞുങ്ങൾ വരെ സ്കൂളിൽ വരെ പോകുന്നത്. ഇതിനകത്ത് തന്നെ 3-4 ദിവസം കുട്ടികൾ സ്കൂളിൽ പോകുന്ന ദിവസങ്ങളുണ്ട് ഈ വെള്ളത്തെ പേടിച്ച്. ഇത് പുറത്തുനിന്നുള്ള ഒരാൾ വന്നു കഴിഞ്ഞാൽ ഈ കുളത്തിൽ വീണ് കഴിഞ്ഞാൽ ആ ആളിൻ്റെ പൊടി പോലും കിട്ടത്തില്ല. വെറും ശോചനീയ അവസ്ഥയായി പോയി. പന്മന ഗ്രാമപഞ്ചായത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ 5 വർഷ കാലയളവ് കൊണ്ട്
അഴിമതിയുടെ കൂത്തരങ്ങ് മാത്രം. അവർക്ക് വണ്ടി എടുക്കാൻ കാശുണ്ട്, ജനങ്ങളുടെ സഞ്ചാരയോഗ്യമായ റോഡ് നിർമ്മിക്കാൻ വേണ്ടി അവരെ കാശില്ല. ഞങ്ങൾക്ക് ഒറ്റക്കാര്യം പറയാനുള്ളൂ, പഞ്ചായത്ത് അധികൃതരോട്, അധികാരികളെ കണ്ണു തുറക്കും, ഞങ്ങൾക്ക് ഓട സംബന്ധമായ കാര്യങ്ങൾ നേടിത്തരിക, ഈ റോഡ് സഞ്ചാരയോഗ്യമാക്കി തരിക, ഇത്രേ നമുക്ക് പറയാനുള്ളൂ. എന്നാൽ ബന്ധപ്പെട്ടവർ ആവശ്യമായ നടപടി സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. ന്യൂസ് ബ്യൂറോ, ചവറ. കേരളത്തിൽ അരമനകളിൽ കയറിയിറങ്ങി അവരെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന BJP വടക്കേ ഇന്ത്യയിൽ അവരെ അടിച്ചമർത്തുകയാണെന്ന് രമേശ് ചെന്നിത്തല MLA. BJPക്ക് അവിടെ ഒരു നയം, ഇവിടെ വേറൊരു നയവുമാണെന്ന് ചെന്നിത്തല കൊല്ലത്ത് പറഞ്ഞു. കന്യാസ്ത്രീകളുടെ അറസ്റ്റ് ഒരിക്കലും അംഗീകരിക്കാനാകില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. കന്യാസ്ത്രീകളുടെ അറസ്റ്റ് ഒരിക്കലും അംഗീകരിക്കാനാകില്ല. ഭരണഘടനയെ തന്നെ തുറുങ്കലിലടയ്ക്കുന്നതാണ് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിലൂടെ സംഭവിച്ചതെന്നും അവിടെ ഒരു മനുഷ്യക്കടത്തും നടക്കുന്നില്ലെന്നും ആദിവാസി മേഖലകളിൽ കന്യാസ്ത്രീകൾ നടത്തുന്നത് സേവന പ്രവർത്തനങ്ങളാണെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. അവിടെ പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടിയാണ് നമ്മുടെ കന്യാസ്ത്രീ അമ്മമാർ അവിടെ പ്രവർത്തിക്കുന്നത്. ഒരു മനുഷ്യക്കടത്തും അവർ നടത്തുന്നില്ല. വാസ്തവത്തിൽ അവരെ നമ്മൾ അഭിനന്ദിക്കുകയാണ് വേണ്ടത്. ഈ കന്യാസ്ത്രീ അമ്മമാരെ ഇത്രയും ദുർഘടമായ സ്ഥലങ്ങളിൽ അവിടെ പോയി, പ്രത്യേകിച്ച് നക്സലൈറ്റ് മൂവ്മെന്റുകൾ ശക്തമായ സ്ഥലങ്ങളിലൊക്കെ പോയി പാവങ്ങളെ സഹായിക്കാം. ദുർഗ, രാജനാൻഗാവ്, കാങ്കേർ, ദന്തേവാഡ ഈ പ്രദേശങ്ങളൊക്കെ വളരെ പാവപ്പെട്ട ആളുകൾ ജീവിക്കുന്ന പ്രദേശങ്ങളാണ്. പലർക്കും പട്ടിണിയാണ്. ആ സ്ഥലങ്ങളിൽ പോയി അവരെ സഹായിക്കാനും ഇവർക്ക് വേണ്ടി പ്രവർത്തിക്കാനും മുന്നോട്ട് വരുന്ന കന്യാസ്ത്രീ അമ്മമാരെ അഭിനന്ദിക്കുകയും അവരെ താങ്ങി നിർത്തുകയുമാണ് ചെയ്യേണ്ടത്. മതപരിവർത്തനവും മനുഷ്യക്കടത്തും എന്ന പേരിൽ അറസ്റ്റ് ചെയ്യുന്നത് മതേതരത്വത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണെന്നും രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി. അവരെ അറസ്റ്റ് ചെയ്ത നടപടി ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. അവിടെ ഏത് മതപരിവർത്തനമാണ് നടത്തുന്നത്? അവിടെ ഏത് കുട്ടികളെയാണ് കടത്തിക്കൊണ്ടുപോയത്? ആ വീട്ടുകാരുടെ അനുവാദത്തോടെ അല്ലേ പോയത്? അച്ഛനമ്മമാർ സമ്മതിച്ചിട്ടല്ലേ അവരെ കൊണ്ടുപോയത്? അപ്പോൾ ഈ നടപടി അങ്ങേയറ്റത്തെ തെറ്റായ നടപടിയാണ്. ഇതിനെതിരായി കേരളം ഒരുമിച്ച് നിൽക്കണം, ഇന്ത്യ ഒരുമിച്ച് നിൽക്കണം. മതേതരത്വത്തിന് നേരെയുള്ള കടുത്ത വെല്ലുവിളിയാണ്. ഭരണഘടനയെ തന്നെ തടങ്കലിലാക്കിയ നടപടിയാണ്. ഇതൊരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് ശക്തമായ ബഹുജന മുന്നേറ്റം ഈ കാര്യത്തിൽ ഉണ്ടാകണം. ന്യൂസ് ബ്യൂറോ, കൊല്ലം. മത്സ്യത്തൊഴിലാളി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കൊല്ലം തുറമുഖം ഉപരോധിച്ചു. കരിമണൽ ഖനനത്തിനെതിരെയാണ് തുറമുഖ ഉപരോധം സംഘടിപ്പിച്ചത്. കടൽമണൽ ഖനനത്തിനെതിരെ ദേശീയ തലത്തിൽ സംഘടിപ്പിച്ച പ്രക്ഷോഭത്തിന്റെ ഭാഗമായാണ് കൊല്ലം പോർട്ട് ഓഫീസ് മത്സ്യത്തൊഴിലാളി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഉപരോധിച്ചത്. ഉപരോധ സമരം AICC പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. കോടിക്കണക്കിന് വരുന്ന പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവന മാർഗം ഇല്ലാതാക്കുന്നതാണ് കടൽമണൽ ഖനനമെന്ന് അദ്ദേഹം ആരോപിച്ചു. അതിശക്തമായ ഒരു പോരാട്ടത്തിനാണ് ഇന്ന് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്നത്. ഇതിനു മുമ്പ് തന്നെ 3-4 സമരങ്ങൾ ശ്രീ കണ്ണൻ എന്നോട് സൂചിപ്പിച്ചു. 4 സമരം അല്ലേ? 4 സമരങ്ങൾ മത്സ്യത്തൊഴിലാളി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കടൽമണൽ ഖനനത്തിനെതിരായി നടത്തുകയുണ്ടായി. ഈ സമരം ജീവിക്കാൻ വേണ്ടിയുള്ള സമരമാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള മത്സ്യത്തൊഴിലാളികളുടെ ജീവിതത്തെ തന്നെ വെല്ലുവിളിക്കുന്ന ഒരു നടപടിയുമായിട്ട് കേന്ദ്ര ഗവൺമെന്റ് മുന്നോട്ട് പോവുകയാണ്. ശ്രീ പ്രതാപൻ ഇവിടെ ചൂണ്ടിക്കാണിച്ച നടപടികളെല്ലാം കേന്ദ്ര ഗവൺമെന്റിന്റെ ബ്ലൂ ഇക്കോണമിയുടെ ഭാഗമായിട്ടാണ്. ഇതൊരു നയമായി നരേന്ദ്രമോദി ഗവൺമെന്റ് അധികാരമേറ്റെടുത്ത ശേഷം ആരംഭിച്ച നടപടികളുടെ ഭാഗമാണ്. ബ്ലൂ ഇക്കോണമി എന്ന ഓമന പേരിട്ട് വിളിച്ചുകൊണ്ട് ആഴക്കടൽ മത്സ്യബന്ധനവും കടലിലുള്ള മണലുകൾ മുഴുവൻ കോർപ്പറേറ്റുകൾക്ക് വിൽക്കാനുമുള്ള നടപടി ഇതിന്റെ ഭാഗമാണ്. വൻകിട ട്രോളറുകളും ഉപയോഗിച്ചുകൊണ്ട് മത്സ്യബന്ധനത്തിന് കോർപ്പറേറ്റുകളെ അനുവദിക്കുന്ന നയമാണ് കേന്ദ്ര ഗവൺമെന്റ് കൈക്കൊണ്ടുകൊണ്ടിരിക്കുന്നത്. അഖിലേന്ത്യാ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് G. ലീലാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം TN പ്രതാപൻ, മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് യേശുദാസൻ, കോൺഗ്രസ് നേതാക്കളായ KC രാജൻ, അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ, INTC ജില്ലാ പ്രസിഡന്റ് AK ഹഫീസ്, സൂരജ് രവി, ഗീതാകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പിറവന്തൂർ ഗ്രാമപഞ്ചായത്തിലെ മൈക്കാമൺ മുതൽ തെന്മല പഞ്ചായത്തിലെ മൂലമണ്ണിലേക്കുള്ള റോഡിനോടുള്ള അവഗണന അവസാനിപ്പിക്കണമെന്ന് കോൺഗ്രസ്. വനംവകുപ്പും പിറവന്തൂർ പഞ്ചായത്തും റോഡ് നവീകരിക്കാൻ തയ്യാറാകണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു. പിറവന്തൂർ ഗ്രാമപഞ്ചായത്തിലെ മൈക്കാമൺ മുതൽ തെന്മല പഞ്ചായത്തിലെ മൂലമൺ വരെയുള്ള റോഡിനോടുള്ള
അവഗണന അവസാനിപ്പിക്കാൻ വനം വകുപ്പും പിറവന്തൂർ പഞ്ചായത്തും തയ്യാറാകണമെന്ന് DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് SC സഞ്ജയ് ഖാൻ ആവശ്യപ്പെട്ടു. പിറവന്തൂർ പഞ്ചായത്തിനെയും തെന്മല പഞ്ചായത്തിൻ്റെയും അതിർത്തി ഗ്രാമപ്രദേശമായ മൂലമൺ മൈക്കാമൺ റോഡിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഈ പ്രദേശത്ത് തെന്മല പഞ്ചായത്തിലെ 40ഓളം കുടുംബങ്ങൾ അധിവസിക്കുന്ന പ്രദേശമാണ്. പക്ഷേ പിറവന്തൂർ പഞ്ചായത്തിലെ 150ഓളം വരുന്ന മീറ്റർ ദൂരം ഫോറസ്റ്റ് തകർന്ന് തരിപ്പണമായി കിടക്കുന്നത് കാരണം ഈ ജനങ്ങൾക്ക് വലിയ ദുരിതം അനുഭവിക്കുകയാണ്. ഈ 150 മീറ്റർ പണിയേണ്ടത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ്. പക്ഷേ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അനങ്ങാപ്പാറ നയം കാരണം ബഹുമാനായ തെന്മല പഞ്ചായത്ത് മെമ്പർ C. ചെല്ലപ്പൻ അവർ ഈ വാർഡിനെ പ്രതിനിധീകരിക്കുന്ന ആളാണ്. അദ്ദേഹം നിരവധി തവണ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ DFOയെ മന്ത്രി ഉൾപ്പെടെയുള്ളവരെ കാണുകയും MLAയോട് ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തിട്ടും ഇതുവരെ പത്തനാപുരത്തിൻ്റെ MLA അനങ്ങാപ്പാറ നയമാണ്. അതേ നയം തന്നെയാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് സ്വീകരിക്കുന്നത്. തെന്മല ഗ്രാമപഞ്ചായത്തിലെ ചെറുകടവ് വാർഡിലെ 40ഓളം കുടുംബങ്ങൾ അധിവസിക്കുന്നത് മൂലമണ്ണിലാണ്. ഇവിടേക്ക് എത്തിച്ചേരാനുള്ള ഏക മാർഗം മൈക്കാമൺ മൂലമൺ റോഡാണ്. ആനവന്ന് കഴിഞ്ഞാൽ രാത്രി ആയാൽ കഴിഞ്ഞാൽ ഒരിക്കലും നടക്കത്തില്ല. വൈകുന്നേരം കിടന്ന് വെള്ളം വെക്കുന്നതായാലും നമ്മൾ വീട്ടിൽ തന്നെ ചിന്തിക്കുകയാണ്. റോഡിൻ്റെ മഴയില്ല. ഈ റോഡൊന്ന് ശരിയാക്കി തന്നായിരുന്നെങ്കിൽ നന്നായിരുന്നു. ഞങ്ങളുടെ പിള്ളേരൊക്കെ ഇതിലെ കൂടെ നടന്നു പോകുന്നതും മഴക്കാലമായി കഴിഞ്ഞാൽ ഇവിടെ വെള്ളം കെട്ടി താഴെ തോടുമാണ്. തോട്ടിലൊക്കെ വെള്ളം കയറിയ മലവെള്ളമാണ് വരുന്നത്. വന്യമൃഗ ആക്രമണങ്ങൾ അതിരൂക്ഷമാണ്. രാവിലെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ കൊണ്ടുപോകണമെങ്കിൽ റോഡിൽ കൊണ്ടുപോകണം. മെയിൻ റോഡിലോട്ട് കൊണ്ടുപോകണം. ആന ഭയങ്കര ശല്യം. മഴ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിലേ പോകാനേ പറ്റത്തില്ല. ഒരു വണ്ടി ഉണ്ടെങ്കിൽ പോലും അതിൽ നടക്കാൻ കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഞങ്ങളുടെ റോഡ് കിടക്കുന്ന കണ്ടില്ലയോ? ആനയാണ് ഇന്നലെ വന്നത്. എത്ര ആനയുണ്ടെന്ന് ഞങ്ങൾക്ക് പോലും അറിയില്ല. ആനയെ വരത്തി ഓടിച്ച് ഒരു പെണ്ണിന്റെ കൈ ഒടിഞ്ഞു ആശുപത്രി റോഡിന്റെ കാര്യവും ഞങ്ങൾക്കൊരു ആപത്ത് വന്ന ആരുമില്ല ഞങ്ങൾ ഇന്ന് സംരക്ഷിക്കാൻ. ഞങ്ങൾ പറഞ്ഞു മടുത്ത്. ഇവിടെ ജനജീവിതം കൂടുതൽ ദുരിതപൂർണമായിരിക്കുകയാണെന്നും അവഗണന തുടർന്നാൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് SC സഞ്ജയ് ഖാൻ, പഞ്ചായത്ത് അംഗം C. ചെല്ലപ്പൻ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ചിറ്റാലങ്കോട് മോഹനൻ, ടിബിൻ, അപ്പുമേസ്തിരി എന്നിവർ ആവശ്യപ്പെട്ടു. ഈ മൂലമണി താമസിക്കുന്ന ഒരു 10-50 കുടുംബക്കാർ ഒരു 80 വർഷം കൊണ്ട് താമസിക്കുന്നുണ്ട്. ഇപ്പോൾ അതിൻ്റെ അനുസരിച്ച് പുറത്ത് പഞ്ചായത്തിനും ജയനൊക്കെ നേരത്തെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ജയനും പഞ്ചായത്ത് തെന്മല ഗ്രാമപഞ്ചായത്ത് ശശീരനും ഞാനും കൂടെ ചേർന്നിട്ട് ചാങ്ങപ്പാറ റോഡിന് 8 ലക്ഷം രൂപ വയ്ക്കാനും പുറത്ത് പഞ്ചായത്തിലെ പെട്ട ഈ മൈക്കമൺ മൂലമൺ റോഡിന് അവർ പുറത്ത് പഞ്ചായത്ത് 4 ലക്ഷം രൂപ വയ്ക്കുകയും ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ ഇതുവരെ ഈ കേരളത്തിൽ പല പോർഷനകത്തും വർക്കുകൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അനുവാദം കൊടുത്തിട്ടുണ്ട് ഈ വർക്ക് ചെയ്യാനായിട്ട്. എന്നാൽ ഇത് തെന്മല പുറത്ത് പഞ്ചായത്തിൽ ഈ മൈക്കാമൺ മൂലമൺ റോഡ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എന്തോ ഇവിടുത്തെ നമ്മൾ അവഗണന ഈ മൈക്കാമൺ മൂലമണ്ണ് ഞങ്ങളോട് കാണിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. നൂറനാട് പയ്യന്നല്ലൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ കുട്ടികൾ പഠിക്കുന്നത് ഭീതിയോടെ. 100-ലേറെ വർഷക്കാലം പഴക്കമുള്ള സ്കൂൾ കെട്ടിടം എപ്പോൾ വേണമെങ്കിലും നിലംപൊത്താവുന്ന സ്ഥിതിയിൽ. ഒരേ കോമ്പൗണ്ടിലാണ് LP, UP, ഹൈസ്കൂൾ ക്ലാസുകൾ പ്രവർത്തിക്കുന്നത്. പൊളിഞ്ഞു വീഴാറായ കെട്ടിടങ്ങൾക്ക് പുറമെ 30-ലേറെ വർഷമായിട്ടും മേൽക്കൂരയില്ലാതെ നിർമ്മാണം പൂർത്തിയാകാത്ത കെട്ടിടവും നൂറനാട് പയ്യന്നല്ലൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ പരിസരത്ത് കാണാം. പഞ്ചായത്ത് AE ഉപയോഗശൂന്യമെന്ന് എഴുതിയ കെട്ടിടത്തിലാണ് ഓഫീസ്, കമ്പ്യൂട്ടർ ലാബ്, സയൻസ് ലാബ്, സ്കൂൾ സൊസൈറ്റി, ലൈബ്രറി എന്നിവ പ്രവർത്തിക്കുന്നത്. കെട്ടിടത്തിന് ഫിറ്റ്നസ് കിട്ടാൻ വേണ്ടി 8ഓളം തൂണുകൾ GI പൈപ്പിട്ട് ബലപ്പെടുത്തിയെന്നും ഇതിനുള്ള പണം പൂർവ്വ വിദ്യാർത്ഥികളിൽ നിന്നും സ്കൂൾ ജീവനക്കാരിൽ നിന്നുമാണ് കണ്ടെത്തിയതെന്നും ആക്ഷേപമുണ്ട്. ഇടിഞ്ഞു വീഴാറായ കെട്ടിടങ്ങൾ എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു ബ്ലോക്ക് തന്നെ ഹെഡ്മാസ്റ്ററുടെയും ക്ലർക്കിന്റെയും ഒക്കെ ഓഫീസുകൾ ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. PCയുടെ ഓഫീസ്, സ്കൂളിന്റെ സ്റ്റോറ് ഇതൊക്കെ മാറ്റി സ്ഥാപിച്ചിട്ടിരിക്കുകയാണ്. പക്ഷെ അങ്ങനെ മാറ്റി സ്ഥാപിച്ചാലും ഈ കോമ്പൗണ്ടിനുള്ളിൽ തന്നെ നിലനിൽക്കുകയല്ലേ ഈ സംഭവങ്ങളൊക്കെ. അപ്പം എങ്ങനെയൊക്കെ നമ്മൾ ഒരു പെയിന്റ് അടിച്ച് പുട്ടിയടിച്ച് നിർത്തിയിട്ട് കാര്യമില്ല. ഇതിന്റെ ശാശ്വതമായ
ഇതിന്റെ ബലക്ഷയത്തിനുള്ള പരിഹാരം അടിയന്തരമായി നടപ്പാക്കണം. കാരണം ഇവിടെ ഇപ്പൊ തന്നെ ഇവിടുത്തെ ഒരു പൊതുസമൂഹം ഈ സ്കൂളിന്റെ സുരക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഇടപെടൽ നടത്തണം എന്ന് ഉള്ള ഒരു മനോഭാവത്തോടു കൂടി ഇവിടെ പലരും സംഘടിക്കാനിരിക്കുകയാണ്. UP ഹൈസ്കൂൾ വിഭാഗങ്ങളിലായി 176 വിദ്യാർത്ഥികളാണ് പഠിക്കുന്നത്. 16 ജീവനക്കാരുമുണ്ട്. കുട്ടികളെ ഡൈനിങ് ഹാളിൽ ഇരുത്തി പഠിപ്പിക്കുന്നുണ്ട് എന്ന ആരോപണവും ഉയർന്നിട്ടുണ്ട്. ലൈബ്രറിക്കായി 2022 നിർമ്മിച്ച കെട്ടിടം ടൈലിടാതെയും വയറിംഗ് പെയിന്റിംഗ് ജോലികൾ നടത്താതെയും നാശം നേരിടുന്നു. സ്കൂൾ പരിസരം കാടുകൾ മൂടി പന്നികളുടെയും തെരുവുനായകളുടെയും ഇഴജന്തുക്കളുടെയും വിഹാര കേന്ദ്രമായി മാറിയിരിക്കുന്നു. സമീപ വസ്തുവിലെ മരങ്ങൾ വീണ മതിലുകൾ നശിച്ചു. മരങ്ങൾ സ്കൂൾ പരിസരത്തേക്ക് വീണ് കിടക്കുന്നു. ഉപയോഗശൂന്യമായ സ്കൂൾ വാഹനം ഗ്രൗണ്ടിൽ തുരുമ്പെടുക്കുന്നു. സ്കൂൾ സമയത്ത് പോലും നായകൾ സ്കൂൾ മൈതാനിയിൽ ഓടി നടക്കുന്നു. സ്കൂളിൽ ബെഞ്ച് ഇട്ടിട്ടാണ് കുട്ടികളെ അങ്ങോട്ട് കയറ്റാതെ ഇരിക്കുന്നത്. നമുക്കറിയാം 100-200 കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ്. അപ്പം ഈ 200 കുട്ടികളിൽ നിന്ന് ഒരിക്കലും സാറുമാർക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പൊ പ്രത്യേകിച്ച് മഴ കൂടുതലുള്ള ഒരു കാലഘട്ടത്തിൽ ഈ സ്കൂളിൽ നിന്ന് കെട്ടിടം ഇടിഞ്ഞു വീഴുകയോ മറ്റു കാര്യങ്ങളോ ചെയ്തു കഴിഞ്ഞാൽ അപകടം ഉണ്ടാവും. അതുകൊണ്ട് ഇതിന്റെ അധികാരികൾ കണ്ണു തുറന്ന് വേണ്ട കാര്യങ്ങൾ അപ്പുറത്തെ ജില്ലാ പഞ്ചായത്ത്. ആലപ്പുഴ ജില്ലാ അതിർത്തിയിൽ പ്രവർത്തിക്കുന്ന സ്കൂളിൽ പത്തനംതിട്ട, കൊല്ലം ജില്ലകളിലെ വിദ്യാർത്ഥികളും പഠിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്. പ്രധാന വാർത്തകൾ വീണ്ടും. കൊല്ലം നിലമേലിൽ തെരുവുനായ ആക്രമണം. 4 പേർക്ക് പരിക്ക്. നിലമേൽ സ്വദേശികളായ ഷംനാദ്, ആഷിഖ്, ബദറുദ്ദീൻ എന്നിവർക്കും ഒരു പെൺകുട്ടിക്കുമാണ് നായയുടെ കടിയേറ്റത്. CPI കൊല്ലം ജില്ലാ സമ്മേളനം ജൂലൈ 30 മുതൽ ഓഗസ്റ്റ് 3 വരെ കൊല്ലത്ത്. അനുബന്ധ പരിപാടികളുടെ ഭാഗമായി കരുനാഗപ്പള്ളിയിൽ സെമിനാർ. കടൽ മണൽ ഖനനത്തിന്റെ കാണാപ്പുറങ്ങൾ എന്ന വിഷയത്തിലായിരുന്നു സെമിനാർ. സംസ്ഥാന സബ് ജൂനിയർ ഗേൾസ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ്. എറണാകുളം, കോഴിക്കോട്, പത്തനംതിട്ട, കൊല്ലം ടീമുകൾക്ക് വിജയം. ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജ് ഗ്രൗണ്ടിലായിരുന്നു മത്സരം. പട്ടികവർഗ വികസന വകുപ്പിന്റെ സുവർണ ജൂബിലി ആഘോഷം വള്ളികുന്നത്ത്. ഊരുത്സവം എന്ന പേരിലായിരുന്നു പരിപാടി. 5 കുടുംബങ്ങൾക്ക് പട്ടയം വിതരണം ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.